ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മൾ കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് വേർഡ്, അതായത് കമ്പ്യൂട്ടർ നോളജും ടെക്നിക്കൽ ഫീൽഡ്സുമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് ഗൂഗിൾ ഫോംസ്. ഗൂഗിൾ ഫോംസിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഗൂഗിൾ എടുക്കുക, ഗൂഗിളിൽ ഗൂഗിൾ ഫോം എന്ന് ടൈപ്പ് ചെയ്യുക. ഗൂഗിൾ ഫോം ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് വരും. അതിൻ്റെ അകത്ത് ഗൂഗിൾ ഫോംസ് സൈനിങ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ഫോർമാറ്റ് ഇങ്ങനെ ഓപ്പണായി വരും. ഈ ഫോമിൽ നിങ്ങൾ അൺടൈറ്റിൽഡ് ഫോം എന്നുള്ളിടത്ത് നിങ്ങളുടെ ടൈറ്റിൽ എഴുതാം. ഇപ്പോൾ നമ്മുടെ ടൈറ്റിൽ എന്ന് പറഞ്ഞേക്കാണെങ്കിൽ നമ്മുടെ സെൻറ്ററിൻ്റെ പേര് എഴുതാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻറ്റർ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോണ്ടിസോറി. നമുക്ക് അൺടൈറ്റിൽഡ് ഫോം എന്നുള്ളത് റിമൂവ് ചെയ്യാം. ഓക്കെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോണ്ടിസോറി. ദെൻ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏത് ഇറ്റാലിക് ആക്കണോ അതോ ബോൾഡ് ആക്കണോ, എന്ത് വേണം, അണ്ടർലൈൻഡ് ആക്കണോ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനത് ബോൾഡ് ആക്കിയിട്ടുണ്ട്, ഇറ്റാലിക് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ ഡിസ്ക്രിപ്ഷൻസിൻ്റെ അകത്ത് നമുക്ക് കൊടുക്കാവുന്ന ഒന്നാണ് നമ്മളുടെ മോഡൽ എക്സാമിനേഷനാണ്. മോഡൽ എക്സാമിനേഷൻ നമുക്ക് ഇപ്പോൾ മോഡൽ എക്സാമിനേഷൻ എന്ന് കൊടുത്തു. നമുക്ക് ഇയർ ടൈപ്പ് ചെയ്യാം 2025-26. ഓക്കെ, ഇത് നമുക്ക് ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. ഇനി നമ്മൾ എക്സാമിനേഷനാണ് നടത്തുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്യാൻ അത്രയും ടൈം കളയാനില്ല എങ്കിൽ ജസ്റ്റ് ഇതൊന്ന് മിനിമൈസ് ചെയ്യും. കോപ്പീഡായി അതിനുശേഷം ഗൂഗിൾ ഫോം എടുത്തു, പേസ്റ്റ് ചെയ്തു. ഓക്കെ, പേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഒരു ക്വസ്റ്റ്യൻ മാത്രം നമുക്കവിടെ മതി. അപ്പോൾ ഞാൻ ബാക്കിയത്തെ വീണ്ടും സെലക്ട് ചെയ്ത് കട്ട് ചെയ്തു. നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് വന്നു. ഇതിപ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് വേണ്ടത്, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ആണെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ്. അപ്പോൾ നമുക്കിവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ മനസ്സിലാകാം ഷോർട്ട് ആൻസർ, പാരഗ്രാഫ്, മൾട്ടിപ്പിൾ ചോയ്സ്, ചെക്ക് ബോക്സസ് എക്സെട്ര, ഇങ്ങനെ ഓരോന്നും നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷോർട്ട് ആൻസർ ടൈപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ഞാൻ ഓൾറെഡി കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഇതിൻ്റെ ബോട്ടത്തിൽ നമുക്കൊരു പ്ലസ് സൈൻ കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാനുള്ളൊരു പേജ് ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ്റെ ഭാഗത്ത് വീണ്ടും ഞാൻ പേസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് അടുത്ത ക്വസ്റ്റ്യനാണ് ഞാൻ ആവശ്യമുള്ളത് മാത്രം വെച്ചിട്ട് ബാക്കി ഞാൻ റിമൂവ് ചെയ്തു. ബാക്കിയത്തെ ഞാൻ റിമൂവ് ചെയ്തു. ഇതിൻ്റെ അകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ആണോ അല്ല ഷോർട്ട് ആൻസർ ടൈപ്പാണ്. അപ്പോൾ ഞാൻ ഷോർട്ട് ആൻസർ കൊടുത്തു. ഇങ്ങനെ നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് വേണോ അത്രയും ക്വസ്റ്റ്യൻസിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഇതിൻ്റെ കളറും മറ്റു കാര്യങ്ങളും ചേഞ്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ സെലക്ട് ചെയ്യുക. കണ്ടോ, സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തീം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ പെയിൻറ്റിങ്ങിൻ്റെ സെക്ഷൻ കാണിച്ചാൽ അത് തീമാണ്. ആ തീമിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ട, ഹെഡറിൻ്റെ സൈസും ഷേപ്പും സൈസും ഫോർമാറ്റും എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇമേജ് ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഇമേജ് ഹെഡറിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാനുള്ള ഇമേജസാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഇമേജസാണ് ഇൻസേർട്ട് ചെയ്തു. ഓക്കെ,
ദെൻ കളറ് ഞാൻ ബ്രൗൺ കളറാക്കി അപ്ലൈ കൊടുക്കുമ്പോൾ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും നമ്മുടെ പേജ് ഓപ്പൺ ആവുന്നത്. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് സേവ് ചെയ്യുന്നത് എന്നുള്ളത്, അതായത് നമ്മൾ ലോഡ് ചെയ്തു. ലോഡ് ചെയ്യുമ്പോൾ ഇത് എവിടെയാണ് എന്നുള്ളത് പറ്റും. അപ്പോൾ എൻ്റെ മെയിൽ ഐ ഡി ഇട്ടാണ്. അപ്പോൾ പീപ്പിൾ വിത്ത് ആക്സസ് വിത്ത് ഈ ഒരു മെയിൽ ഐ ഡിയിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാം. അപ്പോൾ മേക്ക് എ കോപ്പി. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് എൻ്റെ എവിടെയാണോ ഇത് ചെയ്യേണ്ടത്, അപ്പോൾ ഞാൻ എൻ്റെ ഡ്രൈവിലാണ് ചെയ്യുന്നത്, മൈ ഡ്രൈവ്. മൈ ഡ്രൈവിൽ നമുക്ക് എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അതിനകത്ത് ഏതെങ്കിലും ഒരു ഫോൾഡർ എടുക്കുക. അപ്പോൾ ഞാനിതകത്ത് അൺടൈറ്റിൽഡ് ഫോംസിൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഫയലിലാണ് സെലക്ട് ചെയ്തേക്കണേ. സെലക്റ്റായി ദെൻ അവിടെ കോപ്പി ഇടാണ്. ഓക്കെ, ഒരു ഫോർമാറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗൂഗിൾ ഫോംസ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, കണ്ടോ, ഈ ഒരു രീതിയിലാണ്.